രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 1. ഏലിയായും അഹസിയായും. ആഹാബിൻ്റെ മരണത്തിന് ശേഷം മോവാബ് ഇസ്രായേലിനെതിരെ കലാപം ആരംഭിച്ചു. സമരിയായിൽ വെച്ച് അഹസിയ മട്ടുപ്പാവിൽ നിന്ന് വീണ് കിടപ്പിലായി. താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ആരായാൻ എക്രോണിലെ ദേവനായ ബാൽസെബൂബിൻ്റെ അടുത്തേക്ക് ആളയച്ചു. തിഷ്ബ്യനായ ഏലിയായോട് കർത്താവിൻ്റെ ദൂതൻ അരുളി ചെയ്തു, സമരിയ രാജാവിൻ്റെ ദൂതന്മാരെ ചെന്ന് കണ്ട് അവരോട് ചോദിക്കുക, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോൺ ദേവനായ ബാൽസെബൂബിനെ സമീപിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. ഏലിയ പുറപ്പെട്ടു. ദൂതന്മാർ തിരിച്ചെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് തിരികെ വന്നത്? അവർ മറുപടി പറഞ്ഞു, ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരികെ ചെന്ന് നിങ്ങളെ അയച്ച രാജാവിനെ അറിയിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ എക്രോൺ ദേവനായ ബാൽസെബൂബിനെ നീ സമീപിക്കുന്നത്? ഈ രോഗശയ്യയിൽ നിന്ന് നീ എഴുന്നേൽക്കുകയില്ല, നീ മരിക്കും. അവൻ ചോദിച്ചു, നിങ്ങളോട് ഇത് പറഞ്ഞയാൾ എങ്ങനെയിരുന്നു? അവർ പറഞ്ഞു, അവൻ രോമക്കുപ്പായവും തുകൽ കൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, തിഷ്ബ്യനായ ഏലിയ ആണ് അവൻ. രാജാവ് 50 പേരുടെ ഗണത്തെ നായകനോടൊപ്പം ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. മലമുകളിലിരുന്ന ഏലിയായോട് നായകൻ പറഞ്ഞു, ദേവപുരുഷ, ഇറങ്ങി വരാൻ രാജാവ് കൽപ്പിക്കുന്നു. ഏലിയ പ്രതിവചിച്ചു, ഞാൻ ദേവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ചു കളയട്ടെ. ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. വീണ്ടും 50 പേരെ നായകനോടൊപ്പം രാജാവ് ഏലിയായുടെ അടുത്തേക്ക് അയച്ചു. നായകൻ ചെന്ന് അവനോട് പറഞ്ഞു, ദേവപുരുഷ, ഇത് രാജാവിൻ്റെ കൽപ്പനയാണ്, വേഗം ഇറങ്ങി വരിക. ഏലിയ പറഞ്ഞു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നിന്നെയും നിന്റെ 50 പേരെയും ദഹിപ്പിച്ചു കളയട്ടെ. ആകാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിച്ചു. രാജാവ് മൂന്നാമതും 50 പേരെ നായകനോടുകൂടെ അയച്ചു. നായകൻ ചെന്ന് ഏലിയായുടെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു, ദൈവപുരുഷ, എൻ്റെയും അങ്ങയുടെ 50 ദാസന്മാരുടെയും ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. മുൻപ് വന്ന 50 പേരുടെ 2 സംഘങ്ങളെയും അവരുടെ നായകന്മാരെയും ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിച്ചു. ഇപ്പോൾ എൻ്റെ ജീവൻ അങ്ങയുടെ ദൃഷ്ടിയിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. കർത്താവിൻ്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞു, അവനോടുകൂടെ ഇറങ്ങിച്ചെല്ലുക, അവനെ ഭയപ്പെടേണ്ട. ഏലിയ അവനോടുകൂടെ രാജാവിൻ്റെ അടുത്ത് ചെന്നു. ഏലിയ രാജാവിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, എക്രോൺ ദേവനായ ബാൽസെബൂബിനോട് ആരായൻ ദൂതന്മാരെ അയച്ചതുകൊണ്ട് നീ രോഗശയ്യയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല, നിശ്ചയമായും നീ മരിക്കും. ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നീ ഇത് ചെയ്തത്? ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ മരിച്ചു. അഹസിയായിക്ക് പുത്രനില്ലായിരുന്നതിനാൽ സഹോദരൻ യോറാം യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ പുത്രൻ യഹോറാമിൻ്റെ 2-ാം ഭരണവർഷത്തിൽ രാജാവായി. അഹസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 2. ഏലിയ സ്വർഗത്തിലേക്ക്. കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും ഏലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഏലിയ ഏലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ ഏലീഷ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. ബഥേലിലുണ്ടായിരുന്ന പ്രവാചകഗണം ഏലീഷായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാം, നിശബ്ദരായിരിക്കുവിൻ. ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജെറീക്കോയിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പ്രതിവചിച്ചു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ അവർ ജെറീക്കോയിലെത്തി. ജെറീക്കോയിലുണ്ടായിരുന്ന പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാം, നിശബ്ദരായിരിക്കുവിൻ. അനന്തരം ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു,
ഞാൻ അങ്ങയെ വിട്ടുമാറില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും ജോർദാന് സമീപം എത്തിയപ്പോൾ പ്രവാചക ഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ വന്നു നിന്നു. ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിൽ അടിച്ചു. വെള്ളം ഇരുവശത്തേക്കും മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. മറുകരെ എത്തിയപ്പോൾ ഏലിയ എലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞത്, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആഗ്നേയരഥവും ആഗ്നേയാശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. എലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല. അവൻ വസ്ത്രം കീറി. എലീഷ പ്രവർത്തനം തുടങ്ങുന്നു. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്നു നിന്നു. അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി. അവൻ കടന്നുപോയി. ജെറീക്കോയിലെ പ്രവാചക ഗണം ഏലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് ഏലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ താണു വണങ്ങി എതിരേറ്റു. അവർ അവനോട് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരുടെ ഇടയിൽ 50 ബലവാന്മാരുണ്ട്. അങ്ങയുടെ യജമാനെ അന്വേഷിച്ചു പോകുന്നതിന് അവരെ അനുവദിച്ചാലും. കർത്താവിൻ്റെ ആത്മാവ് അവനെ വല്ല മലയിലോ താഴ്വരയിലോ ഉപേക്ഷിച്ചിരിക്കാം. അവൻ പറഞ്ഞു, ആരെയും അയക്കേണ്ട. അവൻ സമ്മതിക്കുവോളം അവർ നിർബന്ധിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അയച്ചുകൊള്ളുവിൻ. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല. എലീഷ ജെറീക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു. അവൻ അവരോട് പറഞ്ഞു, പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? നഗരവാസികൾ എലീഷയോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്. എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. എലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി. മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു. കഷണ്ടിത്തലയാ, ഓടിക്കോ. അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു. കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി 42 ബാലന്മാരെ ചീന്തി കീറി. അവിടെ നിന്ന് അവൻ കാർമൽ മലയിലേക്കും തുടർന്ന് സമരിയയിലേക്കും പോയി. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 3. ഇസ്രായേലും മോവാബ്യരും തമ്മിൽ യുദ്ധം. യൂദാ രാജാവായ യഹോഷാഫാത്തിൻ്റെ 18-ാം ഭരണവർഷം ആഹാബിൻ്റെ മകൻ യോറാം സമരിയയിൽ ഇസ്രായേൽ രാജാവായി. അവൻ 12 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും മാതാപിതാക്കന്മാരെ പോലെ ആയിരുന്നില്ല. പിതാവുണ്ടാക്കിയ ബാൽ സ്തംഭം അവൻ എടുത്തു കളഞ്ഞു. നെബാത്തിൻ്റെ മകൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപം അവനും ആവർത്തിച്ചു. അതിൽ നിന്ന് പിന്മാറിയില്ല. മൊവാബ് രാജാവായ മേഷായിക്ക് ധാരാളം ആടുകളുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 1,00,000 കുഞ്ഞാടുകളും 1,00,000 മുട്ടാടുകളുടെ രോമവും വർഷം തോറും കൊടുക്കേണ്ടിയിരുന്നു. ആഹാബ് മരിച്ചപ്പോൾ മൊവാബ് രാജാവ് ഇസ്രായേൽ രാജാവുമായി കലഹിച്ചു. അപ്പോൾ യോറാം രാജാവ് സമരിയയിൽ നിന്ന് വന്ന് ഇസ്രായേൽക്കാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി. അവൻ യൂദാ രാജാവായ യഹോഷാഫാത്തിന് സന്ദേശമയച്ചു, മൊവാബ് രാജാവ് എന്നെ എതിർക്കുന്നു. അവനെതിരെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ? അവൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ നിന്നെപ്പോലെയും എൻ്റെ ജനം നിൻ്റെ ജനം പോലെയും എൻ്റെ കുതിരകൾ നിൻ്റെ കുതിരകൾ പോലെയുമാണ്. അവൻ ചോദിച്ചു, ഏത് വഴിക്കാണ് നാം നീങ്ങേണ്ടത്? യോറാം പറഞ്ഞു, ഏതോം മരുഭൂമിയിലൂടെ പോകാം. അങ്ങനെ യൂദാ രാജാവിനോടും ഏതോം രാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു. വളഞ്ഞ വഴിക്കുള്ള 7 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളമില്ലാതായി. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കഷ്ടം, കർത്താവ് ഈ 3 രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വിളിച്ചിരിക്കുന്നല്ലോ. യഹോഷാഫാത്ത് ചോദിച്ചു,
കർത്താവിൻ്റെ ഹിതമാരായേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിൻ്റെ മകനുമായ ഏലീഷ ഉണ്ട്. യഹോഷാഫാത്ത് പറഞ്ഞു, കർത്താവിൻ്റെ വചനം അവനോട് കൂടെയുണ്ട്. ഇസ്രായേൽ രാജാവും യഹോഷാഫാത്തും ഏതാം രാജാവും അവൻ്റെ അടുത്തേക്ക് പോയി. എലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, നിനക്ക് എന്തിനാണ് എൻ്റെ സഹായം? നിന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ. എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു, ഇല്ല, ഈ 3 രാജാക്കന്മാരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്ന കർത്താവാണ്. എലീഷ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണ്. യൂദാ രാജാവായ യഹോഷാഫാത്തിനെ പ്രതിയല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി എലീഷയുടെ മേൽ ആവസിച്ചു. അവൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. അവിടുന്ന് മോവാബ്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. സുശക്ത നഗരങ്ങളും മുന്തിയ പട്ടണങ്ങളും നിങ്ങൾ അധീനമാക്കും. ഫലവൃക്ഷങ്ങൾ നിങ്ങൾ വെട്ടിവീഴ്ത്തും. നീരൊഴുക്കുകൾ തടയും. നല്ല നിലങ്ങൾ കല്ലുകൊണ്ട് മൂടും. പിറ്റേ ദിവസം പ്രഭാതബലിക്ക് സമയമായപ്പോൾ ഏദോം ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടം നിറഞ്ഞു. തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ വന്നിരിക്കുന്നു എന്ന് കേട്ട് മോവാബ്യർ പ്രായഭേദമന്യേ യുദ്ധശേഷിയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിർത്തിയിൽ അണിനിരത്തി. മോവാബ്യർ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ സൂര്യപ്രകാശത്തിൽ വെള്ളം തിളങ്ങുന്നത് കണ്ടു. അത് രക്തം പോലെ ചമന്നിരുന്നു. അവർ പറഞ്ഞു, ഇത് രക്തമാണ്. രാജാക്കന്മാർ യുദ്ധം ചെയ്ത് പരസ്പരം കൊന്നിരിക്കുന്നു. മോവാബ്യരെ നമുക്ക് കൊള്ളയടിക്കാം. മോവാബ്യർ ഇസ്രായേൽ പാളത്തിലെത്തിയപ്പോൾ ഇസ്രായേൽക്കാർ അവരെ തുരത്തി. ഓടിപ്പോയവരെ പിന്തുടർന്ന് കൊന്നു. അവർ നഗരങ്ങൾ തകർക്കുകയും നല്ല നിലങ്ങൾ കല്ലിട്ട് മൂടുകയും ചെയ്തു. നീരൊഴുക്കുകൾ തടഞ്ഞു. ഫലവൃക്ഷങ്ങൾ വെട്ടിവീഴ്ത്തി. അങ്ങനെ കീർ ഹരേസത്ത് കൽക്കൂമ്പരമായി. കവണക്കാർ അതിനെ വളഞ്ഞു കീഴടക്കി. യുദ്ധം പ്രതികൂലമെന്ന് കണ്ട മോവാബ് രാജാവ് 700 ഖഡ്ഗധാരികളെയും കൊണ്ട് ഏദോം രാജാവിനെതിരെ കുതിച്ചു കയറാൻ നോക്കി. എന്നാൽ സാധിച്ചില്ല. കിരീടാവകാശിയായ മൂത്തപുത്രനെ അവൻ മതിലിന്മേൽ ദഹനബലിയായി സമർപ്പിച്ചു. സംഭീതരായ ഇസ്രായേലർ അവനെ വിട്ട് നാട്ടിലേക്ക് മടങ്ങി. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 4. വിധവയുടെ എണ്ണ. പ്രവാചകഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ എലീഷയോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ 2 പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. എലീഷ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറയുക. നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക. പിന്നെ നീയും നിന്റെ പുത്രന്മാരും അകത്ത് കടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. നിറയുന്നത് മാറ്റിവെക്കുക. അവൾ വീട്ടിൽ ചെന്ന് പുത്രന്മാരെ അകത്ത് വിളിച്ച് വാതിലടച്ചു. അവൾ പകരുകയും അവർ പാത്രങ്ങൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട്, ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഇനി പാത്രമില്ലെന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. അവൾ ദൈവപുരുഷൻ്റെ അടുത്ത് ചെന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വിട്ടുക. ശേഷിക്കുന്നത് കൊണ്ട് നീയും പുത്രന്മാരും ഉപജീവനം കഴിക്കുക. ശൂനേൻകാരിയുടെ മകൻ. ഒരിക്കൽ എലീഷ ശൂനേമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഇതിലെ പോകാറുള്ള ആ മനുഷ്യൻ ഒരു ദൈവപുരുഷനാണ്. നമുക്ക് മട്ടുപ്പാവിൽ ചെറിയ ഒരു മുറി ഉണ്ടാക്കി അതിൽ കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം. വരുമ്പോഴൊക്കെ അവനവിടെ വിശ്രമിക്കാമല്ലോ. ഒരിക്കൽ അവനവിടെ വിശ്രമിക്കുകയായിരുന്നു. ശൂനംകാരിയെ വിളിക്കാൻ അവൻ തൻ്റെ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു. അവൻ വിളിച്ചപ്പോൾ അവൾ വന്ന് മുൻപിൽ നിന്നു. എലീഷ ഭൃത്യനോട് പറഞ്ഞു, അവളോട് പറയുക, നീ ഞങ്ങൾക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടി. ഞങ്ങൾ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? രാജാവിനോടോ സൈന്യാധിപനോടോ ശുപാർശ ചെയ്യണമോ? അവൾ പറഞ്ഞു, ഞാൻ വസിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ കൂടെയാണ്. എലീഷ പറഞ്ഞു, അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഗഹസി പറഞ്ഞു, അവൾക്ക് മക്കളില്ല, ഭർത്താവ് വൃദ്ധനുമാണ്. അവൻ പറഞ്ഞു, അവളെ വിളിക്കുക.
വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. എലീശ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് നീ ഒരു പുത്രനെ താലോലിക്കും. അവൾ പറഞ്ഞു, ഇല്ല ദേവപുരുഷ, പ്രഭോ, ഈ ദാസിയോട് വ്യാജം പറയരുതേ. എലീശ പറഞ്ഞതുപോലെ അവൾ ഗർഭം ധരിച്ച് അടുത്ത വസന്തത്തിൽ ഏകദേശം ആ സമയത്ത് ഒരു പുത്രനെ പ്രസവിച്ചു. കുട്ടി വളർന്നു. ഒരു ദിവസം അവൻ കൊയ്ത്തുകാരുടെ കൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, അയ്യോ, എൻ്റെ തല വേദനിക്കുന്നു. പിതാവ് ഭൃത്യനോട് പറഞ്ഞു, അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കൂ. അവൻ കുട്ടിയെ എടുത്ത് അമ്മയുടെ അടുക്കലാക്കി. ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിലിരുന്നു. പിന്നെ അവൻ മരിച്ചു. അവൾ അവനെ മുകളിൽ കൊണ്ടുചെന്ന് ദേവപുരുഷന്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടിച്ച് പുറത്തു പോന്നു. അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു, ഒരു വേലക്കാരനെയും കഴുതയെയും ഇങ്ങോട്ടയക്കുക. ഞാൻ വേഗം പോയി ദേവപുരുഷനെ കണ്ടുവരട്ടെ. അവൻ ചോദിച്ചു, നീ ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകുന്നതെന്തിന്? ഇന്ന് അമാവാസിയോ സാബത്തോ അല്ലല്ലോ. അവൾ പറഞ്ഞു, നന്മ ഭവിക്കും. കഴുതക്ക് ജീനിയിട്ടതിന് ശേഷം അവൾ ഭൃത്യനോട് പറഞ്ഞു, വേഗം ഓടിക്കുക. ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത്. അവൾ കാർമൽ മലയിൽ ദേവപുരുഷന്റെ അടുത്തെത്തി. അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ ഭൃത്യൻ ഗഹസിയോട് പറഞ്ഞു, അതാ ശൂനേംകാരി. ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്നന്വേഷിക്കുക. സുഖം തന്നെ, അവൾ പറഞ്ഞു. അവൾ മലയിൽ ദേവപുരുഷന്റെ അടുത്തെത്തി അവൻ്റെ പാദങ്ങളിൽ പിടിച്ചു. അവളെ തള്ളിമാറ്റുന്നതിന് ഗഹസി മുന്നോട്ട് വന്നു. എന്നാൽ ദേവപുരുഷൻ പറഞ്ഞു, അവളെ തടയരുത്, അവൾ കഠിന ദുഃഖത്തിലാണ്. കർത്താവ് അത് എന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, എന്നെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു, പ്രഭോ, ഞാൻ അങ്ങയോട് പുത്രനെ ആവശ്യപ്പെട്ടു. എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവൻ ഗഹസിയോട് പറഞ്ഞു, അരപ്പട്ട ധരിച്ച് എൻ്റെ വടിയും എടുത്തു ചെല്ലുക. വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത്. ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭിവാദനം ചെയ്യുകയും അരുത്. എൻ്റെ വടി കുട്ടിയുടെ അടുത്ത് വയ്ക്കുക. അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല. അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു. ഗഹസി മുൻപേ പോയി വടി കുട്ടിയുടെ മുഖത്ത് വെച്ചു. എന്നാൽ അനക്കമോ ജീവന്റെ ലക്ഷണമോ ഉണ്ടായില്ല. അവൻ മടങ്ങി വന്ന് എലീഷയോട് കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു. എലീഷ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി. എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം കിടക്കയിൽ കയറി അവൻ്റെ വായ് കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കിടന്നു. അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂടുപിടിച്ചു തുടങ്ങി. എലീശ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു. വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു. കുട്ടി 7 പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു. എലീശ ഗഹസിയോട് ശൂനേംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവൻ വിളിച്ചു. അവൾ വന്നു. എലീശ അവളോട് പറഞ്ഞു, നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക. അവൾ അവൻ്റെ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. വിഷം കലർന്ന ഭക്ഷണം. എലീശ വീണ്ടും ഗിൽഗാലിലെത്തി. അവിടെ ക്ഷാമമായിരുന്നു. പ്രവാചകഗണം മുൻപിലിരിക്കെ അവൻ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചകഗണത്തിന് വലിയ പാത്രത്തിൽ അവയൽ തയ്യാറാക്കുക. അവരിലൊരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായകൾ പറിച്ചെടുക്കുകയും ചെയ്തു. അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിലിട്ടു. അനന്തരം അവിയിൽ വിളമ്പി ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. എലീശ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരിക. അവൻ മാവ് പാത്രത്തിലിട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. അപകടം നീങ്ങിയിരിക്കുന്നു. അപ്പം വർദ്ധിക്കുന്നു. ബാൽശാലിഷായിൽ നിന്ന് ഒരാൾ ആദ്യഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും 20 ബാർലി അപ്പവും കുറെ പുതിയ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു. അപ്പോൾ എലീശ പറഞ്ഞു, ഇത് അവർക്ക് കൊടുക്കുക, ഇവർ ഭക്ഷിക്കട്ടെ. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവയ്ക്കും? അവൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുൾ ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും. ഭൃത്യൻ അത് അവർക്ക് വിളമ്പി. കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ച് മിച്ചം വരികയും ചെയ്തു.